ജയശങ്കർ നമുക്ക് പറ്റിയിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, CPI നേതൃതലത്തിൽ തന്നെ ഒരു നിർദ്ദേശം പോയിരിക്കുകയാണ്. ഏതെങ്കിലും മത്സര നീക്കം ഉണ്ടായെങ്കിൽ അവിടെ അത് ആ സമ്മേളനം തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. ഇതൊരു അസാധാരണ നീക്കമല്ലേ? മുൻകാലങ്ങളിൽ ചില വലിയ വിഭാഗീയ നീക്കമുണ്ടെങ്കിൽ അത്തരം നടപടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം പോകുന്നതിന്റെ കാരണം എന്താണ്? അല്ല, അത് പാർട്ടി സംഘടനാ തലത്തിൽ ആലോചിച്ചെടുത്ത ഒരു നിർദ്ദേശമായിരിക്കും എനിക്ക് തോന്നുന്നു. സമീപകാലം വരെ പാർട്ടി പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അണികളോട് വിശദീകരിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വലിയ തിരിച്ചഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചതിന്റെ ഒരു കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് ശരിയായ രീതിയിൽ ജനാധിപത്യം ഇല്ല. അവിടെ തുറന്ന ചർച്ചകളും വിമർശനവും അനുവദിച്ചിരുന്നില്ല. അതുപോലെ ഈ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ ജനാധിപത്യ രീതി അനുവർത്തിച്ചിരുന്നില്ല എന്നൊക്കെ. അതിന്റെ വെളിച്ചത്തിലാണ് ഈ പാർട്ടി ഭരണഘടനയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയത്. ഇനി അനിവാര്യമായ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് വരെ അനുവദിക്കാവുന്നതാണ് എന്നൊക്കെ ഉള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചുപോക്കാണോ ഉണ്ടായിട്ടതെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഉൾപാർട്ടി ജനാധിപത്യം ശക്തിപ്പെടുത്തണമെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളും അനിവാര്യമായിട്ട് വേണ്ടിവരും. അല്ലാതെ മേൽഘടകം അവതരിപ്പിക്കുന്ന പാനൽ അതേപടി പ്രതിനിധികൾ കൈയടിച്ച് പാസ്സാക്കുന്ന പ്രത്യേകിച്ച് കഥയില്ല. അത് ജനാധിപത്യ രീതിയാണ് എന്ന് അഭിപ്രായം. അപ്പൊ അങ്ങനെ ഒരു തിരുത്തലിന് പിന്നെയും തിരുത്തുന്ന നടപടിയിലേക്കാണോ ഇപ്പൊ പാർട്ടി പോകുന്നത് എന്നറിയില്ല. ഇനി ആ രീതിയിലുള്ള സർക്കുലർ അയച്ചെങ്കിൽ അതിന്റെ സാങ്കേതികം എന്താണ് എന്നുള്ളതും പ്രസക്തമാണ്. ഈ ബിനോയ് വിശ്വൻ നേതൃതലത്തിലേക്ക് വന്നതിന് ശേഷം, സെക്രട്ടറി ആയതിനു ശേഷം ഉണ്ടായ പുതിയ സംഘടനാ രാഷ്ട്രീയം ഇതിനൊരു ഘടകമായിട്ടുണ്ടോ? ബിനോയ് വിശ്വൻ ഭയപ്പെടുന്നുണ്ടോ ഒരു പക്ഷേ വലിയ വിമർശനങ്ങളെ? അല്ല, അങ്ങനെ ഇനിയിപ്പോ എന്താണ്, നമുക്ക് പാർട്ടി സമ്മേളനത്തിൽ ഭാരവാഹികളെ വോട്ടിട്ട് തീരുമാനിക്കരുത് എന്നൊരു വ്യവസ്ഥ കൊണ്ടുവരാണെങ്കിൽ പോലും വിമർശനത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പുറത്തും വളരെ ശക്തമായ ചർച്ചയ്ക്ക് വിധേയമാകും. അപ്പോൾ വിമർശനവും ഉണ്ടാകും. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ജനാധിപത്യ പരീക്ഷണത്തെ ഇതുകൊണ്ട് തടയാൻ പറ്റുകയില്ല. കാരണം കേവലം വോട്ടെടുപ്പിന് ഉപരിയായിട്ട് പാർട്ടിക്കകത്തൊരു ഉൾപാർട്ടി ജനാധിപത്യം ആ സ്ഥാനമാണ് ഇനി എന്തുമാത്രം മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പൊതുവിൽ ഈ പഴയ സംഘടനാ ചട്ടക്കൂടുകളൊക്കെ ഒന്ന് പൊളിഞ്ഞു വരുന്ന കാലഘട്ടമാണ്. കൂടുതൽ ജനാധിപത്യമുണ്ട്. CPM സമ്മേളനങ്ങളിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് CPI ഇങ്ങനെ മുൻകൂർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയാൽ അത് യാതൊരു തരത്തിലും പ്രായോഗികമാവില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയല്ലേ ഉണ്ടാക്കുള്ളൂ. അത് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പാർട്ടി ഭരണഘടനയ്ക്ക് അതീതമായി ഏതെങ്കിലും സർക്കുലറുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിയിപ്പുകളൊക്കെ എന്തുമാത്രം വിലപ്പോവും എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയം. യെസ്, അഡ്വക്കേറ്റ് ജയശങ്കറാണ് പ്രതികരിച്ചത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI കൂടുതൽ ജനാധിപത്യപരമെന്ന് വാദിക്കുന്ന CPIയിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം, അസാധാരണത.